സ്ട്രെപ്റ്റോകോക്കസ് ഗ്രൂപ്പ് എ. ഈ ബാക്ടീരിയ ശരീരത്തിൽ കടന്നാൽ പിന്നെ വെറും 48 മണിക്കൂർ മതി ജീവൻ നഷ്ടപ്പെടാൻ. കോവിഡിന് ശേഷം ജപ്പാനിൽ ഭീതി പടർത്തി പുതിയ വൈറസ് ഇറങ്ങി. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് എന്ന ഇനം ബാക്ടീരിയയാണ് രോഗവാഹകർ. തൊണ്ടവേദനയാണ് ആദ്യ ലക്ഷണം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് കൂടുതലായും രോഗബാധ കണ്ടുവരുന്നത്. രോഗബാധ വന്നാൽ തൊണ്ടവേദനയും തൊണ്ടവീക്കവുമാണ് ഉണ്ടാകുക. പക്ഷേ ഈ ബാക്ടീരിയ അതിവേഗം പെരുകും എന്നതാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത്. കാൽവേദന, നീർവീക്കം, പനി, രക്തസമ്മർദ്ദം കുറയുന്നതിനും കാരണമാകുകയും ചെയ്യുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ രോഗബാധിതന്റെ ശരീരത്തിൽ രക്തചംക്രമണം നടക്കാതെ വരികയും കോശങ്ങൾ നശിച്ചു പോവുകയും ശ്വാസതടസ്സമുണ്ടാവുകയും ചെയ്യുന്നു. ശരീരത്തിലെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം കൂടി നിലയ്ക്കുന്നതോടെ അതിവേഗത്തിൽ മരണം സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ കാൽപാദങ്ങളിൽ നീര് വന്ന് വീർത്തതുപോലെയാകും രോഗിക്ക് അനുഭവപ്പെടുക. ഉച്ചയോടെ ഇത് കാൽമുട്ടിലേക്ക് വ്യാപിക്കുമെന്നും 48 മണിക്കൂറിൽ മരണം സംഭവിക്കുകയും ചെയ്യും. രോഗികളുടെ കുടലിൽ ബാക്ടീരിയ ഉണ്ടാകുമെന്നും വായിൽ നിന്ന് കൈകളിലെത്തുന്നത് വഴിയാണ് ബാക്ടീരിയ ആളുകളിലേക്ക് പകരുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകിയതിന് പിന്നാലെയാണ് രോഗബാധയിൽ വൻ വർധനവ് സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 977 കേസുകളാണ് STSS ബാധിച്ചതായി ജപ്പാനിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ആകെ 941 കേസുകളാണ് ജപ്പാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. 1999 ആദ്യമായി രോഗം കണ്ടെത്തിയത്. കൈകളുടെ ശുചിത്വം പാലിക്കണമെന്നും മുറിവുകൾ പരിചരിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്നും ഡോക്ടർമാർ പറയുന്നു.